ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീഡിയോയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തപ്പെട്ട മറ്റൊരു വീഡിയോയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോ. ഒരു കരിമണിമാലയുടെ നിർമ്മാണത്തിലാണ് ഞാനിന്ന് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ബ്ലാക്ക് ക്രിസ്റ്റലും 2mm ബോളും ഉപയോഗിച്ചുകൊണ്ട് 2mm ഗോൾഡ് ബോളും ഉപയോഗിച്ചുകൊണ്ട് ഒരു കരിമണിമാല. ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഒരു മാലയാണിത്. നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ മാല എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന്. ആദ്യം തന്നെ നമ്മൾ നൂലിൻ്റെ അറ്റത്ത്, നൂല് നൈലോണാണ്, നൂലിൻ്റെ അറ്റത്ത് ഒട്ടക്കണ്ണി കെട്ടുകയാണ്. 2 നൂലിലാണ് അത് ചെയ്യുന്നത്. നന്നായി ഒട്ടക്കണ്ണി കെട്ടി ഉറപ്പിച്ച് ക്വിക്ക് ഫാസ്റ്റ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഫെവിക്വിക്ക് എന്നറിയപ്പെടുന്ന പശ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉറപ്പിക്കുന്നത്. കത്രിക ഉപയോഗിച്ച് എൻ്റെ അറ്റം നന്നായി കണ്ടിച്ച് കളഞ്ഞ് അത് പശ ഉപയോഗിച്ച് നന്നായി ഉറപ്പിക്കുക. ആദ്യത്തെ പടി എന്ന് പറയുന്നത് അതാണ്. 2 നൂലിലാണ് സൂചി കവർത്തിരിക്കുന്നത്. 2 നൂലുകൾ ഒന്നിച്ചാണ് വട്ടക്കണ്ണിയിൽ കെട്ടി യോജിപ്പിച്ചിരിക്കുന്നത്. അത് നന്നായി നൂല് കട്ട് ചെയ്ത് പശ ഉപയോഗിച്ച് ഫെവി ബോണ്ട് എന്ന് പറയുന്ന പശയാണ് ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഫെവി ബോണ്ട് എന്ന പശ ഇതിനകത്ത് നന്നായി ഒഴിച്ച് ആ നൂലിന് കെട്ടഴിഞ്ഞു പോരാത്ത വിധത്തിൽ ആക്കി ഉറപ്പിക്കുക. അതിനുശേഷമാണ് ഇനി മാലയുടെ പ്രോസസ്സിങ് ഇവിടെ നടക്കുന്നത്. മാല 2 സൂചിയിൽ ഒന്നിച്ച് ഒരു ബോൾ ആദ്യം കയറ്റി നൂലുകളെ ഒന്നാക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ശ്രദ്ധിക്കൂ നിങ്ങൾ. ഒരു സൂചിയിലെത്തു ആദ്യം മുഖത്ത് കോർത്തു, അതേ ബോളിൽ തന്നെ ഒരു 2 സൂചി ഒന്നിച്ച് കയറ്റി നൂലിനെ ഒന്നാക്കി, എന്നിട്ടാണ് നൂലുകളെ രണ്ടിനെയും വേർപെടുത്തുന്നത്. വേർപെടുത്തി 2ആക്കി മാല ഉണ്ടാക്കി തുടങ്ങാം. ഒരു സെക്ഷനിൽ വരുമ്പോൾ നമുക്ക് വേണ്ടത് ഓരോ നൂലുകളിലും ബ്ലാക്ക് ക്രിസ്റ്റലാണ് വേണ്ടത്. ഒരു നൂലിൽ ഒരു ബ്ലാക്ക് ക്രിസ്റ്റലും ഇപ്പുറത്തെ നൂല് ഒരു ബ്ലാക്ക് ക്രിസ്റ്റലും ഒരു ഗോൾഡുമാണ് ഇടേണ്ടത്. ആ ഗോൾഡിനെയാണ് എന്നിട്ട് ലോക്ക് ചെയ്യേണ്ടത്. ലോക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന മാലയാണ്. ലോക്ക് ചെയ്ത് മാല ഇങ്ങനെ കണ്ടിന്യൂസ് ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഏതാണ്ട് ഗോൾഡും ബ്ലാക്ക് ക്രിസ്റ്റലുകളും ഗോൾഡുമായിട്ട് ലോക്ക് ചെയ്തുകൊണ്ട് മാല നമുക്കുണ്ടാക്കി തുടങ്ങാം. ലോക്കിംഗ് സിസ്റ്റം ഒന്ന് നോക്കിക്കോളൂ. എവിടെയാണോ ക്രിസ്റ്റൽ കിടക്കുന്നത് അങ്ങോട്ടേക്കാണ് സൂചി കോർക്കണത്. ഇപ്പുറത്തെ സൂചി അപ്പുറത്ത് കിടക്കുന്ന ഗോൾഡ് ബോളിലോട്ട് ലോക്ക് ചെയ്ത് മുത്തിൽ കയറ്റിയ നൂലിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് എടുത്തുകൊണ്ട് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ വിലങ്ങനെ ആ മുത്ത് വരും. ഇതുപോലെ കണ്ടിന്യൂസ് ഇങ്ങോട്ട് പോരുക. ഇടയിൽ ഗോൾഡ് മാത്രമായി ചേർത്ത് ഈ മാല ഉണ്ടാക്കാം. നമുക്ക് എങ്ങനെയാണെന്നും ഫുള്ളൊന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. ഇതുപോലെ ഇങ്ങനെ തുടർന്ന് വരിക. തുറന്ന് ഒരു 15 മുത്തോളം കഴിയുമ്പോൾ ഇനി ഇത് ഗോൾഡ് മാത്രമായിട്ട് ഇതുപോലെ കോർക്കുക. ബ്ലാക്ക് ക്രിസ്റ്റൽ വേണ്ട. 15 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഗോൾഡ് മാത്രം കോർക്കുക. അതേ പ്രോസസ്സിങ് തന്നെ ഒരു സൈഡിൽ ഒരെണ്ണവും ഒരു സൈഡിൽ 2 ഗോൾഡ് മുത്തുകളും ചേർക്കുക. എന്നിട്ട് 2 എണ്ണം കിടക്കുന്നതിലെ ഫസ്റ്റ് ഒറ്റ മുത്ത് കിടക്കുന്ന സൂചിയുമായി ലോക്ക് ചെയ്യുക. ഇങ്ങനെ 2 എണ്ണം കോർത്തെടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ക്രോസ് ചെയ്തെടുക്കുക. ക്രോസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടതാണ്, എന്നാലും ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ സൂചി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എന്നിട്ട് ആ നൂലിനെ ഞാൻ എങ്ങോട്ടാണ് മാറ്റിയതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അത് ലോക്ക് ചെയ്തു. അങ്ങനെ ഒരു 5 അല്ലെങ്കിൽ 7 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഗോൾഡ് മാത്രം അങ്ങനെ ചെയ്യാം. അങ്ങനെ ഇടവിട്ട് തരത്ത് 15 ബ്ലാക്ക് ക്രിസ്റ്റലുകളും 5ഓ 7ഓ ഗോൾഡ് മുത്തുകൾ തനിയുമായി കോർത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഇറക്കത്തിനനുസരിച്ച്, നമ്മുടെ ഒരു മാല 8 പിടിയാണ് ഉണ്ടാവേണ്ടത്. കഴുത്തിലൂടെ ഇറങ്ങണമെങ്കിൽ 8 പിടിയാണ് വേണ്ടത്. ആ രീതിയിൽ കോർത്ത് കൊണ്ടുവരിക. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കോർത്തുകൊണ്ടിരിക്കുക. 15 ബ്ലാക്ക് ക്രിസ്റ്റൽ കഴിയുമ്പോൾ 5ഓ 7ഓ ഗോൾഡ് മുത്ത് ഇതേ രീതിയിൽ കണ്ടിന്യൂസ് വരിക.
ഒന്നും കൂടി നിങ്ങളെ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ മാല അങ്ങനെ ലോക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ടാണ് ഒന്നും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ലോക്ക് ചെയ്യുന്നത് കണ്ടല്ലോ നിങ്ങൾ.
ദാ ഇവിടെ കരിമണി മുത്തുകൊണ്ടുള്ള മാലയും ഒപ്പം തന്നെ ബ്രൗൺ ഷെയ്ഡിലുള്ള മാലയും പൂർത്തിയായിട്ട് ഉണ്ട്. നിങ്ങൾക്ക് മാല ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മനസ്സ് കാണിക്കണം എല്ലാവരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.